സർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ബാങ്കുകൾ എന്നിവയെ സഹകരിപ്പിച്ചുകൊണ്ട് മൂലധനം കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുന്നവർക്കായി കുറഞ്ഞ പലിശ വായ്പാ പദ്ധതി സർക്കാർ ആലോചിക്കുന്നുണ്ട്. 5000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ വരുന്നതിനാവശ്യമായ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അടക്കം നൽകും. സർ, തെരഞ്ഞെടുത്ത 20 ഡെസ്റ്റിനേഷനുകളിൽ 500-ന് മുകളിൽ ആളുകൾക്ക് ഒരുമിച്ച് വരാനും കൂടിച്ചേരാനുമുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. സർ, ആദ്യഘട്ടമായി വർക്കല, കൊല്ലം, വൺട്രോത്തുരുത്ത്, ആലപ്പുഴ, മൂന്നാർ, ഫോർട്ട് കൊച്ചി, പൊന്നാനി, ബേപ്പൂർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ എന്നിവിടങ്ങളിൽ ഈ സൗകര്യമൊരുക്കും. 50 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തുന്നു. സർ, വികസന സൗകര്യങ്ങൾക്കായി തദ്ദേശ ഗവൺമെൻറ്റുകൾക്കായി ഒരു പ്രത്യേക പദ്ധതി പറയുകയാണ്. സർ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലളിതമായ നടപടിക്രമം പാലിച്ച് റവന്യൂ വകുപ്പ് നിശ്ചയിക്കുന്ന വിലപ്രകാരം ഭൂമി വാങ്ങി വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന അവസരമുണ്ട്. അത് വാണിജ്യാടിസ്ഥാനത്തിൽ തൊഴിലവസരം ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന പദ്ധതികൾക്ക് സഹായകരമാവും. സാർ, ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ സങ്കീർണതയും കാലതാമസവും ഒഴിവാക്കാൻ ഇതിലൂടെ കഴിയും. ഓരോ വർഷവും ലഭിക്കുന്ന തുച്ഛമായ ഫണ്ട് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് ഫണ്ട് പൂൾ ചെയ്ത് വേഗത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ, മുനിസിപ്പൽ ബോണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഫണ്ട് ശേഖരിക്കാനാവും. വ്യവസായ പാർക്കുകൾ, പൊതുസ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്ന പദ്ധതികൾക്ക് ഒരു ഭാഗം സഹായം സർക്കാർ നൽകാൻ നടപടി സ്വീകരിക്കും. ഈ വർഷത്തെ ഇത്തരം പദ്ധതികളെ സഹായിക്കാനായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെയർ എക്കണോമി. തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനുമായി യുവാക്കൾ വിദേശത്തെ കുടിയേറുന്നത് മൂലമുള്ള ഒരു പ്രധാന സ്ഥിതിവിശേഷം പ്രായമായവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ്. സർ, അതിവേഗം കേരള ജനസംഖ്യയുടെ 20% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായി മാറും. അവർക്ക് തുണയാകാൻ വലിയൊരു ശതമാനം വീടുകളിലും മക്കൾ ഉൾപ്പെടെയുള്ളവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്കും മറ്റുള്ളവരുടെ തുണ വേണ്ടവർക്കും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ കഴിയുന്നതിന് വേണ്ട പിന്തുണ നൽകേണ്ടതുണ്ട്. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരും ഏറ്റവും അധികമുള്ള നാടാണ് കേരളം. സമാധാനപൂർണ്ണവും പ്രകൃതിസുന്ദരവുമായ നല്ല കാലാവസ്ഥയുള്ള ഏറെ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടങ്ങളിൽ കെയർ സെൻ്ററുകൾ സ്ഥാപിച്ച് ആരോഗ്യ പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾക്കും വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അന്തർദേശീയ നിലവാരത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഈ സംരംഭം സംസ്ഥാനത്തിൻ്റെ സവിശേഷമായ ഒരു പദ്ധതിയായി മാറും. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിശ്രമജീവിതത്തിനും പരിചരണത്തിനുമായി വന്നെത്തുന്ന ഒരു കെയർ ഹബ്ബായി കേരളം മാറുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്കും അതൊരു വലിയ മുതൽക്കൂട്ടാവും. സർ, ലോക കേരള സഭയുടെ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യം കൂടിയാണിത്.